എല്ലാ ദൈവമക്കൾക്കും വേണ്ടുവരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം. ലോകം അനുസരണക്കേടിൽ ആഴിയൊഴുകുകയാണ്. എവിടെ നോക്കിയാലും അസമാധാനവും അനുസരണക്കേടും ലോകത്തെ ആഴിയൊഴുകി. എന്നാൽ പഴയ നിയമകാലത്ത് വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം എപ്രകാരം ദൈവത്തെ അനുസരിച്ചു എന്ന് നമുക്ക് ഓർക്കാം. അബ്രഹാമേ, നിന്റെ ഏകജാതനായ പുത്രനെ മോറിയാമലയിൽ കൊണ്ടുപോയി എനിക്ക് യാഗം കഴിപ്പേൻ. അടിയനിതാ അവിടുത്തെ ദാസൻ, അവിടുത്തെ ഹിതം പോലെ അടിയന് ഭവിക്കട്ടെ. മകനെ ഇസ്ഹാക്കേ, മോനെ ഇസ്ഹാക്കേ, നമ്മുടെ പിതാവായ ദൈവം ഇന്ന് പകൽക്കാലം അപ്പനോട് നല്ല പാട്ടുണ്ടായി. നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെട്ട് മോറിയാമലയിൽ ദൈവത്തിന് വേണ്ടി യാഗമാകേണ്ടത്. യാഗോസ്മായി ഉടനെ പുറപ്പെടില്ല. ദൈവം എല്ലാം കരുതും. യാഗോസുകൾ ആവശ്യമായിട്ടുള്ള വാഹനം വിറകിനെല്ലാം തന്നെ കരുതി ഉടനെ പുറപ്പെടുന്നു. എല്ലാ യാഗോസുകളും തയ്യാറായോ? യാഗവീടും യാഗോത്രവും തയ്യാറായപ്പ. യാഗത്തിനായി ആടെവിടെ? ഭയപ്പെടേണ്ട മകനെ, പിതാവായ ദൈവം സകലതും കരുതിക്കൊള്ളും. പിതാവായ ദൈവമേ, അവിടെ നൽകിക്കൊണ്ട് ചെയ്തതുപോലെ അവിടുത്തെ വാഗ്ദത്തം ഇതാ പൂർത്തിയാക്കി. ഇപ്പോൾ അവിടുന്ന് കൽപ്പിച്ചതുപോലെ അടിയന്തരജാതനായ പുത്രനെ അവിടുന്ന് നൽകുന്നു. അവിടുന്ന് ഇവനെ ഉയർപ്പിപ്പാൻ മതിയാകുമെന്ന് അറിയുന്നു. അബ്രഹാം ബാലന്റെ മേൽ കൈവയ്ക്കില്ല. ഇത് പഴയ നിയമകാലത്തെ അബ്രഹാം. എന്നാൽ ഇന്നത്തെ കാലത്തെ അബ്രഹാം എങ്ങനെ നമുക്ക് നോക്കാം. ഇന്നത്തെ കാലത്ത് ദൈവത്തെ അറിയുന്ന ദൈവമക്കളാണ് നമ്മൾ. എങ്ങനെ ഈ അബ്രഹാമായി ജീവിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് തുറന്നുള്ള കവിതയോട് ചിന്തിക്കാം. അരുളപ്പാട്. നിന്റെ മകനായ ഇസ്ഹാക്കിനെ എനിക്ക് വേണ്ടി മോറിയമ്മനെ കൊണ്ടുപോയി യാഗം കഴിക്കണം. ഞാൻ തന്നെ അവരെ കണ്ടിട്ട് ഒരാഴ്ചയായി. എന്നാലും അപ്പൊ വിളിച്ചതല്ലേ, നോക്കിയേച്ചു വേണം. ഓ, അവൻ റേഞ്ച് ഇല്ല. പരിധിക്ക് പുറത്താ. അപ്പ നിന്റെ പരിധിക്ക് ഞാനും പുറത്ത്, എന്റെ പരിധിക്ക് അവനും പുറത്ത്. ഓ, ഈ ചെന്നൈ വിളിക്കണ. എടാ മോനെ, നീ എവിടെയുണ്ട്? ഞാൻ കളിച്ചോണ്ടിരിക്കുക. എന്നോ കളി? ക്രിക്കറ്റാ. ഇപ്പൊ വലിയൊരു കളി പിതാവ് പഠിപ്പിക്കാൻ പോകുന്നു. ഇങ്ങോട്ട് പോവാ യാഗത്തിന്. പിന്നെ ചോദ്യം അല്ല, ഇപ്പൊ തന്നെ നമ്മുടെ നാളേക്കൊക്കെ പണ്ടത്തെ പോലെ പിക്കപ്പ് ഇല്ല. അമ്മച്ചിക്ക് പെൻഷൻ വേണമെന്ന്. അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യും, മുകളിലോട്ടൊക്കെ കയറേണ്ടതല്ലേ, നമുക്ക് ആ പ്രാഡം ഒന്ന് എടുത്തേക്ക്. ഓക്കെ, തള്ളാൻ പറ്റിയ അതിന്റെ പിന്നിൽ വേണമെങ്കിൽ കാര്യം വെച്ച് കെട്ടിക്കോ. എടുത്തോടാ, പറ്റുന്ന ഗ്യാസ് കുറ്റി എടുത്തോ. അല്ലെങ്കിൽ വേണ്ട, അവിടെ ഫർമസ് ഒക്കെ ഉണ്ട്. പറ്റുന്ന സാധനങ്ങളൊന്നും കിട്ടില്ല. ലുല്ലുന്ന് പറഞ്ഞു, അടച്ചേക്ക് സമയമായിട്ടില്ല. ലുല്ലു യാഗവസ്തുക്കളൊക്കെ ലുല്ലു കിട്ടും. ബർക്കറ കൊണ്ട് ഇവിടെ തിരിയുമ്പോഴേ വലത്തെ സൈഡിൽ ലുല്ലു ഉണ്ടല്ലോ. എന്നാ ശരി, പോരെ. എന്തുവാടാ പഴയ മോഡൽ വണ്ടിയായിട്ട് നടക്കടാ പോലെ. നീ എത്തിയോ? വീട്ടിൽ പുറപ്പെട്ട ഒരാഴ്ച പോലെ. നീ എവിടെയായിരുന്നു? ഇപ്പൊ അതേ ഒരു എള്ളപ്പാടിലായി മെസ്സേജ് വന്നു, നമ്മളൊരു ലേറ്റാ. അതുകൊണ്ട് കോൾഡ് സ്റ്റോറേജിലെ ആഘോഷമായാലും മതി. കൊണ്ടുവന്നിട്ടുണ്ടോ? കളിക്കാനുള്ള ബോളും ബാറ്റും ഉണ്ട്. ആളില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആഘോഷത്തു നമുക്ക് ദൈവം കരുതുന്നതാണ് പറഞ്ഞത്. ഇതുവരെ ദൈവം ലേറ്റാ. നോക്കാം. അയ്യോ, ഇസ്ഹാക്കേ, അപ്പന്റെ മേൽ കൈ വെക്കരുത്.